എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ നല്ല ശീലങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. ഇങ്ങനെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില തന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ സൂചിപ്പിക്കുന്നത്. ഒരാളുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശീലങ്ങളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നിട്ട് മാത്രമല്ല, ആ ലക്ഷ്യത്തിന് അനുയോജ്യമായ ശീലങ്ങളും വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തേത് വിജയത്തിന് വേണ്ടി സ്വയം തയ്യാറെടുക്കുക എന്നുള്ളതാണ്. വിജയത്തിന് വേണ്ടി സ്വയം തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പുതിയൊരു ശീലം തുടങ്ങിക്കഴിഞ്ഞാൽ ആ പുതിയ ശീലം നിങ്ങളുടെ ജീവിതത്തിനും ജീവിതശൈലിക്കും ചേരുന്നതായിരിക്കണം. അതായത്, നിങ്ങൾ ഭാരം കുറയ്ക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരാൾ അതിന് അനുയോജ്യമായ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ഭാരം ഒരിക്കലും കുറയുകയില്ല. ഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായും ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരിക വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് അനുയോജ്യമായ ഭക്ഷണങ്ങൾ മാത്രമേ ജീവിതത്തിൽ കഴിക്കാൻ പാടുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് സ്വയം തയ്യാറാവാനും നിങ്ങൾ തീർച്ചയായും തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം, ഇന്ന് തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ്. നല്ല നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഒരിക്കലും മാറ്റിവെക്കരുത്. അത് ഇപ്പോൾ തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നല്ല ശീലങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ജനുവരി 1 വരെ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എല്ലാവർക്കുമുണ്ട്. ഇങ്ങനെ ജനുവരി 1 ആരംഭിച്ച നല്ല ശീലങ്ങൾ ജനുവരി 5 ആവുമ്പോൾ എല്ലാവരും അവസാനിപ്പിക്കും. അപ്പം അങ്ങനെ ജനുവരി മാസത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കുന്നതല്ല നല്ല ശീലങ്ങൾ. ഉടനെ ഇപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. നല്ല നല്ല കാര്യങ്ങൾ നാളത്തേക്ക് ഒരിക്കലും മാറ്റിവെക്കരുത്. ശരിക്കും പറഞ്ഞാൽ നാളെ എന്നൊരു ദിവസമില്ല നമ്മുടെ കയ്യിൽ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ സമയം മാത്രമാണ് കൂടെയുള്ളത്. അതുപോലെ തന്നെ നാം ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരം ആവർത്തിക്കുമ്പോഴാണ് അത് ശീലമായി മാറുന്നത്. ഉദാഹരണമായിട്ട്, ഒരാൾ സിഗരറ്റ് വലിക്കുന്ന ഒരാൾ ഒരു 40-50 ദിവസം തുടർച്ചയായിട്ട് നിശ്ചിത സമയത്ത് അത് ചെയ്തുകൊണ്ടേയിരുന്നാൽ അത് 50 ദിവസം കഴിഞ്ഞ് 51ാമത്തെ ദിവസം ആകുന്ന സമയത്ത് അയാൾ അതൊരു ശീലമാക്കി മാറ്റുന്നു. അറിയാതെ തന്നെ ആ സമയമാകുമ്പോൾ സിഗരറ്റ് വലിക്കുവാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായി ഉണ്ടാകും. ഇതുപോലെ തന്നെ ചില ആൾക്കാർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കോഫിയോ ചായയോ കുടിക്കുവാനുള്ള ടെൻഡൻസി ഉണ്ടാവാനുള്ള ഒരു കാരണങ്ങളൊന്ന് നിരന്തരമായി ആവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ നാം നല്ല കാര്യങ്ങൾ നിരന്തരം ആവർത്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു സ്വഭാവമായി തീർച്ചയായിട്ടും മാറും എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇന്ന് തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യുന്ന നല്ല ശീലങ്ങളാണെങ്കിൽ ആ ശീലങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ പബ്ലിക്കിനോട് പറയുക എന്നുള്ളതാണ്. ഉദാഹരണമായി, നിങ്ങൾ പുകവലിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ. പുകവലി എന്നുള്ള ഒരു ദുശീലം നിങ്ങൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളോടും പബ്ലിക്കിനോടും പറയുക. വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതുക, ഞാൻ ഇനി മുതൽ പുകവലിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ ഉപയോഗിച്ച് അത് ആവർത്തിക്കുവാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേരാം. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ ഈ ദുശീലം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ തീർച്ചയായും സഹായിക്കുകയും ചെയ്യും. ഇതേപോലെ ദുശീലങ്ങൾ മാറ്റാൻ ഏറ്റവും മികച്ചൊരു മാർഗം എന്ന് പറയുന്നത് ആ ദുശീലത്തെക്കുറിച്ച് പബ്ലിക്കിനോട് പറയുക എന്നുള്ളതാണ്. ആ ദുശീലം മാറ്റാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു എന്ന് പറയുകയും അതിന് സഹായകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, നല്ല വിജയ പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ശീലങ്ങളുമായി യോജിക്കുന്ന തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകണം. ഉദാഹരണമായി, നിങ്ങൾ മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മദ്യപാനിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ മദ്യപാനം നിർത്തുവാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ചുറ്റും പ്രേരണ നൽകുന്ന ഒരു കൂട്ടം ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ മദ്യപാനികളെ സുഹൃത്തുക്കളായി ഒരിക്കലും വയ്ക്കരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായ സുഹൃത്തുക്കളല്ല ഉണ്ടാകുന്നത്. ഇതേപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായ തരത്തിലുള്ള സുഹൃത്തുക്കളാണ് നിങ്ങൾ ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ നിങ്ങളെ അറിയാതെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തീർച്ചയായും സഹായിക്കും. മറ്റൊരു കാര്യമാണ് വിജയത്തിനെ ആഘോഷിക്കുക എന്നുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ചൊരു കാര്യം ചെയ്തു, അത് നേടിയെടുത്തതിന് ശേഷം തീർച്ചയായും അത് ആഘോഷിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ അടുത്തൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്തു തീർക്കുവാനുള്ള പ്രേരണ സ്വാഭാവികമായും ലഭിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തമായി സമ്മാനങ്ങൾ നൽകുന്നത് വളരെ നല്ലതാണ്. ഉദാഹരണമായി, നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു പുതിയ ഡ്രസ്സ് വാങ്ങുന്നതോ അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നതോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വയം ഒരു പ്രോത്സാഹനപരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വയം പ്രോത്സാഹനം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുക. ജീവിതത്തിൽ അത് വലിയ മാറ്റം തീർച്ചയായും കൊണ്ടുവരും. ഇങ്ങനെ ഈ 5 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ, നല്ല നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അത് പ്രത്യേകം നിങ്ങളെ സഹായിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ശീലങ്ങൾ കൊണ്ടുവരുവാൻ വളരെ പാടും.
ദുശീലങ്ങൾ കൊണ്ടുവരുവാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം, ഒഴിഞ്ഞു കിടക്കുന്ന വയലുകളിൽ പാഴ്ചെടികൾ വളരെ വേഗത്തിൽ വളരും. എന്നാൽ പച്ചക്കറികളോ അല്ലെങ്കിൽ നെല്ലുകളോ വളരുവാൻ വളരെ പാടാണ്. അതിന് പ്രത്യേക പരിചരണം ആവശ്യമാണ്. ഇതുപോലെ ദുശീലങ്ങൾ നമുക്കുണ്ടാകുവാൻ വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല, താനേ വന്നുകൊള്ളും. എന്നാൽ നല്ല ശീലങ്ങൾ നാം പരിചരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നല്ല ശീലങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടാകുകയുള്ളൂ.